ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കോഡ് സേഫ് മലയാളം. അപ്പോൾ ഇന്ന് നമ്മുടെ HTML ഫുൾ കോഴ്സ്, കംപ്ലീറ്റ് കോഴ്സ്, അതായത് ബിഗിനർ ടു അഡ്വാൻസ്ഡ് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഇന്ന് ബേസിക്കലി ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. ബേസിക്കലി കോഡ് എഡിറ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഓക്കെ, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോയിലോട്ട് വരുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്കൊരു സംശയം കാണും, എവിടെയാണ് HTML കോഡ് നമ്മൾ എഴുതേണ്ടത്? ശരിക്കും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ HTML കോഡ് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നോട്ട് പാഡ് ഓൺ ആക്കിയിട്ട് ആ നോട്ട് പാഡിൽ നിങ്ങൾക്ക് HTML കോഡ് എഴുതാം. പക്ഷേ നമ്മൾ എന്താണ്, ഒരു പ്രൊഫഷണൽ വർക്കിംഗ് എൻവയറമെൻറ്റിൽ എപ്പോഴും ഒരു ഡെഡിക്കേറ്റഡ് കോഡ് എഡിറ്റർ ആയിരിക്കും ഉപയോഗിക്കുക. അതിന് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ് എന്ന് പറയും. നിങ്ങളിത് സ്കൂളിൽ മിക്കവാറും പഠിച്ച് കാണാനാണ് സാധ്യത. അപ്പം ഡെഡിക്കേറ്റഡ് കോഡ് എഡിറ്റേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. VS കോഡ്, സബ്ലൈം ടെക്സ്റ്റ്, ആറ്റം, Notepad++. ഇനിയും ഒരുപാട് കോഡ് എഡിറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഈ കോഴ്സിൽ ഉപയോഗിക്കാൻ പോകുന്നത് VS കോഡാണ്. VS കോഡ് കറൻ്റ്ലി അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഓപ്ഷൻ. എല്ലാ കമ്പനികളിലും എല്ലാ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സൊക്കെ കൂടുതലും VS കോഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എവിടെ നിന്ന് VS കോഡ് അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന കോഡ് എഡിറ്റർ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് code.visualstudio.com എന്ന വെബ്സൈറ്റിലാണ്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിൽ ഫ്രണ്ടിൽ തന്നെ, അതായത് തുടക്കത്തിൽ തന്നെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ നിങ്ങൾ മാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാക്കും, ലിനക്സ് ആണെങ്കിൽ ലിനക്സും ആയിരിക്കും ഉപയോഗിക്കുക. ഞാൻ ആൾറെഡി VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനത് വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഒരു സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ ഇതാണ് VS കോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന ഇത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. എനിവേസ് ഇത് കണക്കത്തെ ഒരു സിമിലർ UI ആയിരിക്കും VS കോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുക. ഇതിനകത്ത് നമ്മളിനി ചെറിയ HTML സൈറ്റുകളൊക്കെ ഉണ്ടാക്കി HTML പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ ലൈവ് പ്രിവ്യൂ ഒക്കെ എങ്ങനെ കാണാം, നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ HTML കോഡിൻ്റെ ലൈവ് പ്രിവ്യൂ ഒക്കെ എങ്ങനെ കാണാം എന്നുള്ളതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള പാർട്ടുകളിൽ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്.